സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കഥാനായകനായ രുദ്രൻ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള ആൾക്കാരെയെല്ലാം കൊന്നൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടാകും. ഇത്ര നേരം നമ്മൾ സ്ക്രീനിൽ കണ്ടത് പോലീസ് ഓഫീസറായ രുദ്രൻ ബാക്കിയുള്ള പോലീസുകാരോട് ഇന്ന രീതിയിലാണ് ആ കില്ലർ വീടിനകത്തേക്ക് കയറിയതെന്നും അതുപോലെ ഈ ഒരു രീതിയിലാണ് കില്ലർ ഇവിടെയുള്ള ആൾക്കാരെയെല്ലാം കൊന്നതെന്നും മനസ്സിൽ കണക്ക് കൂട്ടി ഉറപ്പിച്ച് പറയുന്നതാണ്. രുദ്രൻ ആളൊരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. എങ്കിൽ പോലും അയാൾ അയാളുടെ പ്രൊഫഷനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ സ്റ്റിൽ അയാൾ എന്തെങ്കിലും കേസ് റിലേറ്റഡ് കാര്യം വന്നാൽ ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. രുദ്രൻ കോൺസ്റ്റബിളിനോട് ഇവിടെ ഉണ്ടായ നായ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ഇവിടെ അങ്ങനെ ഒരു നായ ഇല്ലല്ലോ എന്ന് പറയും. അന്നേരം രുദ്രൻ അവിടെയുള്ളൊരു പ്ലേറ്റ് കാണിച്ചു കൊണ്ട് പറയും, അപ്പൊ പിന്നെ ഇതെന്താ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അതിനെ പോയി അന്വേഷിക്കുക. അങ്ങനെ അവസാനം അവർ ആ നായയെ കണ്ടുപിടിക്കും. പക്ഷെ എത്ര പിടിച്ച് വലിക്കാൻ നോക്കിയിട്ടും ആ നായ വരുന്നുണ്ടായിരുന്നില്ല. ആ സമയം രുദ്രനെ കില്ലർ അവിടെ വെച്ചിട്ട് പോയ ഫോൺ കിട്ടും. നോക്കുമ്പോൾ അതിൽ കില്ലർ ഡോഗ് ടോൺ ആപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് വരുന്ന ഹൈ ഫ്രീക്വൻസി സൗണ്ട് വെച്ചാണ് കില്ലർ ആ ഡോഗിനെ കൺട്രോൾ ചെയ്തത്. അത് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഡോഗിനെ സംബന്ധിച്ചിടത്തോളം ആ സൗണ്ട് കേൾക്കുന്നത് സഹിക്കാനുമാകില്ല. ശേഷം രുദ്രൻ ആ വീട്ടിൽ മരിച്ച കുട്ടിയുടെ ബോഡിയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് രുദ്രൻ പറയും കില്ലർ ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. അന്നേരമായിരിക്കും രുദ്രന്റെ കണ്ണിൽ ആ കുട്ടിയുടെ കയ്യിലെ നഖത്തിന്റെ ഇടയിൽ കിടക്കുന്ന നൂല് കാണുക. അങ്ങനെ രുദ്രൻ അവിടുന്ന് നടക്കുമ്പോൾ നേരത്തെ കണ്ട മരിച്ച കുട്ടിയായ സെൽവിയുടെ ഡയറി കിട്ടും. അത് വായിച്ച് രുദ്രന് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ രുദ്രൻ കൂടെ ഉണ്ടായ പോലീസുകാരനോട് കഴിഞ്ഞ രാത്രി ആ ഭാഗത്ത് വർക്ക് ചെയ്ത സെക്യൂരിറ്റീസിനെയെല്ലാം വിളിക്കാൻ വേണ്ടി പറയും. ശേഷം കഴിഞ്ഞ രാത്രി വർക്ക് ചെയ്ത 4 സെക്യൂരിറ്റീസ് അവിടെ എത്തും. അവരെ കണ്ട് രുദ്രൻ 2 സെക്യൂരിറ്റീസിനോട് അവിടെ നിൽക്കാനും ബാക്കി 2 സെക്യൂരിറ്റീസിനോട് അവിടുന്ന് പോകാനും പറയും. എന്നിട്ട് രുദ്രൻ അവരോട് 2 പേരോടായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ആരെയെങ്കിലും സംശയാസ്പദമായി ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ 2 പേരും ഇല്ല എന്ന് പറയും. അന്നേരം രുദ്രൻ അതിലൊരാളോട് നിങ്ങൾ ക്യാപ്പ് തലയിൽ വെക്കാറില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ഇടക്ക് മാത്രമെന്ന് പറയും. അതിനുശേഷം രുദ്രൻ തൊട്ടടുത്തുള്ള സെക്യൂരിറ്റിയോട് നിങ്ങളുടെ യൂണിഫോം എന്താ ചൊളിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ച് അതേ സമയം തന്നെ ഇൻസ്പെക്ടർ കില്ലറിനെ കിട്ടി എന്ന് പറഞ്ഞ് അവൻ ആദ്യം ചോദ്യം ചെയ്ത സെക്യൂരിറ്റിയെ പോലീസിന് കൈമാറും. ആ സീൻ അവിടെ കട്ടാകും. അതിനുശേഷം സീനിയർ പോലീസ് ഓഫീസർ രുദ്രനോട് നിനക്ക് എങ്ങനെയാ കൊലയാളി അയാളാണെന്ന് മനസ്സിലായി എന്ന് ചോദിക്കും. ആ സെക്യൂരിറ്റി സെൽവി സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ഒരു ദിവസം അയാൾ അവളെ പിടിച്ചു കൊണ്ടുപോയി റേപ്പും ചെയ്തു. ഇതൊക്കെ ആ പെൺകുട്ടി സെൽവി അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന സമയത്ത് സെൽവി മരണവെപ്രാളത്തിൽ അയാളുടെ തൊപ്പി പിടിച്ച് വലിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് തൊപ്പിയുടെ ലോഗോയിൽ കാണുന്ന ചുവന്ന നൂൽ ആ കുട്ടിയുടെ നഖത്തിനിടയിൽ കിട്ടിയത്. പിന്നെ ഞാൻ കൊലയാളി അയാളാണെന്ന് ഉറപ്പിക്കാനുള്ള കാരണം കൂടുതലും സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് ഈ ഡോഗ് ടോൺ ആപ്പ് യൂസ് ചെയ്യാറ്. അതുകൂടാതെ മറ്റേ സെക്യൂരിറ്റിയുടെ യൂണിഫോം ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അയാൾ അന്ന് രാത്രി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സെക്യൂരിറ്റിയുടെ യൂണിഫോമിൽ ഒരു ചുളിവോ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ ഉറപ്പിച്ചു അയാൾ തന്നെയാണ് കൊലയാളിയെന്ന്. ഓക്കെ, ഇനി നീ ഒരു കാര്യം ചെയ്യും, നേരെ US-ലേക്ക് നിന്റെ മകൻ അജയുടെ അടുത്തേക്കൊന്ന് പോയിട്ട് വാ. 3 വർഷമായില്ലേ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട്. അങ്ങനെ രുദ്രൻ US-ലേക്ക് പോകാൻ തയ്യാറാകും. രുദ്രനും അവന്റെ മകൻ അജയും തമ്മിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾക്ക് വഴിയെ മനസ്സിലാക്കാം. അടുത്ത സീനിൽ USA-യിൽ നമ്മളുടെ മറ്റൊരു കഥാപാത്രമായ ഈതനെയാണ് കാണിക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുക, അവരെ റേപ്പ് ചെയ്യുക, എന്നിട്ട് അവരെ ഡ്രഗ്സിന് വേണ്ടി മറിച്ചു വിൽക്കുക, അതൊക്കെയാണ് അവൻ ചെയ്യുന്നത്. ഈതന് ഭാര്യയും കുട്ടിയുമുണ്ട്. ഭാര്യയുടെ പേര് ജെയിൻ, കുട്ടിയുടെ പേര് നിക്കോള. അവൻ ജെയിനിനെ മയക്കുമരുന്ന് കൊടുത്ത് സെഡേഷനിലാക്കിയിട്ടാണുള്ളത്. കൂടാതെ മകളായ നിക്കോളെ സെർവന്റ് എന്ന രീതിയിലാണ് അവൻ ട്രീറ്റ് ചെയ്യുന്നത്. അവർ 2 പേരും രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലാതെ ആ വീട്ടിൽ ഈതനെ പേടിച്ച് ജീവിക്കുകയാണ്. ഇപ്പൊ അവൻ അടുത്ത കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന് റേപ്പ് ചെയ്യാൻ പോകുകയാണ്. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ രുദ്രനെ പിക്ക് ചെയ്യാൻ അജയ് വന്നിട്ടുണ്ടാകും. വീട്ടിലെത്തിയ രുദ്രൻ കാണുന്നത് ഡോറ് തുറന്ന് അവനെ വെൽക്കം ചെയ്യുന്ന അജയുടെ വൈഫായ ആലിസിനെയാണ്. ആലിസ് ഒരു സ്കൂളിൽ സ്റ്റുഡന്റ് കൗൺസിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രുദ്രൻ അവളെ അത്ര മൈൻഡ് ചെയ്യില്ല.
അതുകൊണ്ട് തന്നെ ആലിസിന് ചെറിയൊരു വിഷമം തോന്നി. അടുത്ത സീനിൽ രുദ്രൻ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് പോൾ എന്ന് പറയുന്ന ഒരുത്തനും അവന്റെ കൂടെയുള്ള വേറൊരാളും കാർലോസ് എന്ന് പറയുന്ന ചെറുക്കനെ ബാഗിൽ മയക്കുമരുന്ന് കൊടുക്കുന്നതാണ്. എന്നാൽ രുദ്രനെ അത് മയക്കുമരുന്നാണെന്ന് മനസ്സിലാകില്ല. ശേഷം കാണിക്കുന്നത് രുദ്രന് അവിടെയുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇന്ത്യൻ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി അജയ് രുദ്രനെ അടുത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിൽ കൊണ്ടുപോകും. അവിടുന്ന് രുദ്രൻ ഭാരതിദാസ് എന്ന് പറയുന്നയാളെ പരിചയപ്പെടും. എല്ലാവരും അയാളെ ഭാരതി എന്നാണ് വിളിക്കാറ്. സോ നമ്മൾക്കും ഭാരതി എന്ന് തന്നെ വിളിക്കാം. കൂടാതെ ഈ ഭാരതി അജയുടെ കൊളീഗായ രമ്യയുടെ അച്ഛനാണ്. അജയ് ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതും രമ്യയുടെ കൂടെ അവളുടെ കാറിലാണ്. ഭാരതിയെ കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ രമ്യയും അവളുടെ അമ്മയും ആ ഗ്രോസറി ഷോപ്പിൽ ഉണ്ടാകും. അങ്ങനെ അവരെ എല്ലാവരെയും രുദ്രൻ പരിചയപ്പെടും. അടുത്ത സീനിൽ ഗ്രോസറി ഷോപ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രുദ്രൻ അവരുടെ നൈബറായ മജീദിനോട് സംസാരിക്കാൻ നോക്കും. എന്നാൽ അയാൾ രുദ്രനെ മൈൻഡ് ചെയ്യില്ല. വീട്ടിലെത്തിയ മജീദ് കാണുന്നത് അവന്റെ മകളായ നജീബ അവരുടെ വീട്ടിലുള്ള ഒരു റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തു വരുന്നതാണ്. അതുകൊണ്ട് മജീദ് അവളോട് നീ എന്താ ഈ കാണിച്ചത്, നിന്നോട് ഈ ഡോറ് തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടും. മറുഭാഗത്ത് അജയ് മജീദിനെ ഉദ്ദേശിച്ചു കൊണ്ട് രുദ്രനോട് പറയും, ഞങ്ങൾ ഏകദേശം 3 മാസമായി ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ മജീദ് ആരോട് സംസാരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ അയാളുടെ മകൾ നജീബ ആലിസ് വർക്ക് ചെയ്യുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. അത് കേട്ട ആലിസ് അതെ എന്ന് പറയും. എന്നാൽ രുദ്രന് ആലിസിനോട് സംസാരിക്കാൻ അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നേരെ മുകളിലേക്ക് പോകും. മറുഭാഗത്ത് ഈദൻ അവന്റെ വീട്ടിൽ വന്നിട്ട് മകളായ നിക്കോളയ്ക്ക് ഒരു കത്തി കൊടുത്തുകൊണ്ട് ജെയിനിന്റെ കാലിൽ പരിക്കേൽപ്പിക്കാൻ പറയും. എന്നാൽ നിക്കോളയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ജെയിൻ നീ വേഗം ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ ആ പ്രാന്തൻ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ നിക്കോളയോട് ആംഗ്യം കാണിക്കും. അവസാനം നിക്കോള ഈദൻ പറഞ്ഞതുപോലെ ചെയ്യും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ രുദ്രനും ഭാരതിയും രുദ്രന്റെ നെയ്ബറായ മോണയെ പരിചയപ്പെടും. ഈ മോണയും മജീദും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മൾക്ക് വഴിയെ മനസ്സിലാക്കാം. മോണ സ്വന്തമായിട്ട് ഫോട്ടോ സ്റ്റുഡിയോ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത് കണ്ട് ദേഷ്യം വന്ന മോണയുടെ ലവറായ ജെഫ് അവളെ എടുത്തിട്ട് അവിടുന്ന് പോകും. ശേഷം ഭാരതിയും രുദ്രനും എന്തൊക്കെയോ സംസാരിച്ച് നടന്നു വരുമ്പോൾ ഉണ്ടാകും നേരത്തെ കണ്ട കാർലോസും അവന് ഡ്രഗ് കൈമാറിയ പോളിന്റെ കൂടെ ഉണ്ടായവനും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുന്നു. അത് കണ്ട് രുദ്രന് ദേഷ്യം വരും. രുദ്രൻ ഒരു വടിയെടുത്ത് അവരെ അടിക്കാൻ പോകും. അന്നേരം അയാൾ കത്തി എടുത്തുകൊണ്ട് രുദ്രനെ കുത്താൻ നോക്കും. അപ്പൊ രുദ്രൻ അവനെ പിടിച്ചു മാറ്റും. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ആ സീൻ അവിടെ കട്ടാകും. മറുഭാഗത്ത് ആലിസ് ഒരു കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടാകും. ആ കുട്ടി ആലിസിനോട് ഇതിനെക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ അത് ഹാൻഡിൽ ചെയ്തോളാം. എന്നാൽ എന്താ സംഭവം എന്ന് പറയുന്നില്ല. ആ സമയം ആലിസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ആലിസിനോട് രുദ്രനും വേറെ ഒരാളും തമ്മിൽ ഫൈറ്റ് ഉണ്ടായ കാര്യം പറയും. ആ സീൻ അവിടെ കട്ടാകും. അതിനുശേഷം അജയും ആലിസും രുദ്രനെ കൂട്ടി തിരിച്ച് വണ്ടിയിൽ വീട്ടിലേക്ക് വരും. അന്നേരം പോള് വന്നിട്ട് പ്രശ്നമുണ്ടാക്കും. അതായത് ഇന്ന് രാവിലെ രുദ്രൻ അവന്റെ കൂടെയുള്ള ഒരുത്തനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലേ, അത് ചോദിക്കാൻ വന്നതാണ് അവൻ. അന്നേരം നൈബറായ മോണ വന്നിട്ട് പോളിനോട് നിങ്ങൾ ഇവിടുന്ന് പ്രശ്നമാക്കാതെ പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും പറഞ്ഞിട്ട് പോലീസിനെ കോൾ ചെയ്യാൻ നോക്കുമ്പോൾ പോള് പോയി ആ ഫോണ് തട്ടി താഴെയിടും. അന്നേരം വണ്ടിയിലുള്ള കാർലോസ് വാ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് പോളിനെ കൂട്ടിയിട്ട് അവിടുന്ന് പോകും. വീട്ടിലെത്തിയ അജയ് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നോർത്ത് നെടുവീർപ്പിടും. അപ്പൊ ആലിസ് പറയും, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ഒരു കാര്യം ചെയ്യ്, ഈ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറക്കാൻ നാളെ നീ അച്ഛന്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വാ. പിന്നെ എനിക്ക് എന്തായാലും നാളെ വരാൻ പറ്റില്ല, സ്കൂളിൽ കൗൺസിലിംഗ് സെഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ. അങ്ങനെ അജയ് ഓക്കെ പറയും. അങ്ങനെ അജയും രുദ്രനും പിറ്റേ ദിവസം അടിച്ചു പൊളിച്ച് തിരിച്ചു വരുമ്പോൾ കാണുന്നത് മോണയുടെ വീടിന് മുമ്പിലുള്ള പോലീസിനെയും ആൾക്കൂട്ടത്തെയുമാണ്. സംഭവം മോണയെ ആരോ തട്ടിക്കൊണ്ടുപോയി. പോലീസുകാർ ജഫാണ് ഇതിന്റെ പിന്നിലെന്ന് വിചാരിച്ച് അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാകും. അതിന് തൊട്ടടുത്ത് തന്നെ മജീദ് ഒരുമാതിരി പേടിച്ച് നിൽക്കുന്നുണ്ടാകും. രുദ്രൻ പോലീസുകാരോട് നിങ്ങൾ മോണയുടെ ഫ്രണ്ട്സിനെയോ കൊളീഗ്സിനെയോ വിളിച്ചു നോക്കിയോ, അതുപോലെ സെൽഫോൺ ട്രാക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവർ അതിനൊന്നും മറുപടി കൊടുക്കാതെ രുദ്രനോട് അവിടുന്ന് പോകാൻ പറയും. എന്നാൽ രുദ്രന് എന്താ നടന്നതെന്നറിയാതെ ഒരു സമാധാനവും കിട്ടുന്നുണ്ടാകില്ല. അവൻ അന്ന് രാത്രി ആരും കാണാതെ മോണയുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോന്നറിയാൻ പോകും. ആ സമയം രുദ്രൻ മജീദ് എന്തോ കൊണ്ടുപോയി ഗാർബേജിൽ ഇടുന്നത് കാണും. രുദ്രൻ അതെന്താണ് കൊണ്ടുപോയി ഇട്ടതെന്നറിയാൻ വേണ്ടി നോക്കാൻ
പോകുമ്പോൾ പെട്ടെന്ന് ആരോ ലൈറ്റ് ഇടും. അന്നേരം വെപ്രാളത്തിൽ രുദ്രൻ ഓടുമ്പോൾ കാർലോസുമായി കൂട്ടിയിടിച്ച് രുദ്രന്റെ വഴിക്കും കാർലോസിന്റെ വഴിക്കും പോകും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ കുറച്ചാളുകൾ ഈദനെ കാണാൻ വരും. ഇവർക്കാണ് ഈദൻ കുട്ടികളെ കൊടുക്കുന്നത്. ഇവര് തന്നെയാണ് അതിനു പകരം ഈദന് ഡ്രഗ്സ് കൊടുക്കുന്നത്. നേരത്തെ ഈദൻ തട്ടിക്കൊണ്ടുവന്ന കുട്ടിയില്ലേ, അതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് അവർ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. ആ സമയം അതിലൊരുത്തൻ നിക്കോളയെ ശല്യം ചെയ്യാൻ നോക്കും. അന്നേരം ഈദൻ തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യും. പെട്ടെന്ന് അവൻ താഴെ വീഴും. അന്നേരം അവന്റെ പാന്റിൽ നിന്ന് ഫോണ് താഴെ വീഴും. അത് ജെയിൻ കാണും. ജെയിൻ ഫോൺ എടുത്തിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ വിളിക്കുന്ന രീതിയിൽ നിക്കോളയോട് ആംഗ്യം കാണിക്കും. അപ്പോൾ നിക്കോള ഈദൻ കാണാതെ പെട്ടെന്ന് ആ ഫോൺ എടുക്കും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ അന്ന് രാത്രി എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ രുദ്രൻ മോണയുടെ മിസ്സിങ്ങിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടാകും. അപ്പൊ അജയ്, അച്ഛാ നിങ്ങൾ മോണയുടെ കേസ് ഒന്ന് വിട് എന്ന് പറയും. അന്നേരം രമ്യയുടെ അമ്മ പറയും, എനിക്ക് തോന്നുന്നത് മോണയെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിൽ മജീദ് ആണെന്നാണ്. ഞാൻ എത്രയോ തവണ അവർ തമ്മിൽ വഴക്കിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഭാരതി രുദ്രനോട്, നീയല്ലേ എന്നോടന്ന് പോൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നും അതുപോലെ ആ ദിവസം മോണയായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നും പറഞ്ഞത്? അപ്പൊ മിക്കവാറും പോള് തന്നെയായിരിക്കും കിഡ്നാപ്പർ. അന്നേരം രമ്യ കുറച്ച് ഹാർഷായിട്ട്, നിങ്ങൾ ആരും എന്താ അവളുടെ കാമുകനായ ജെഫിനെ സംശയിക്കാത്തത്? എനിക്ക് തോന്നുന്നത് അവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലെന്നാ. അപ്പൊ രുദ്രൻ, നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? ഇങ്ങനെ കപ്പിൾസ് ഒക്കെ ചെറിയ കാര്യത്തിനൊക്കെ വഴക്കിട്ട് തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് പിന്നെ ആരും ഉണ്ടാകില്ലല്ലോ. കൂടാതെ രുദ്രൻ ഭാരതിയോട്, നിങ്ങൾ രമ്യയെ കൊണ്ട് വേഗം കല്യാണം കഴിപ്പിക്കെന്ന് പറയും. അന്നേരം രമ്യ ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകും. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം രുദ്രനും ഭാരതിയും സംസാരിക്കുന്നതിനിടയിൽ രുദ്രൻ ഭാരതിയോട്, ഇന്നലെ രാത്രി ഞാൻ രമ്യയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അജയ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞതെന്ന് പറയും. ഭാരതി പറയും, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴായിരുന്നു പെട്ടെന്ന് അവളുടെ ഹസ്ബൻഡ് ആദിയുടെ ആക്സിഡന്റിന് ശേഷമുള്ള മരണം. അത് അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ ഡിപ്രഷനും തെറാപ്പിയും മരുന്നും അതിനിടയിലായി അവളുടെ ജീവിതം. അന്ന് തൊട്ട് അവൾ ഇങ്ങനെയാണ്. പെട്ടെന്ന് ചില കാര്യങ്ങളിൽ പോലും ദേഷ്യം വരും. മറുഭാഗത്ത് കാർലോസ് മജീദിന്റെ മകളായ നജീബയെ കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്നുണ്ടാകും. അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. കാർലോസ് നജീബയെ ഫോണിൽ വിളിച്ചിട്ട് അവൾ എവിടെ എത്തി എന്ന് ചോദിക്കും. ആ സമയം ആരോ കാർലോസിന്റെ പിറകിലൂടെ വന്ന് സ്കേറ്റ് ബോർഡ് കൊണ്ട് കാർലോസിന്റെ തലക്ക് ഇടിച്ച് അവനെ അവിടുന്ന് കൊണ്ടുപോകും. മറുഭാഗത്താകട്ടെ നിക്കോള ഈദൻ കാണാതെ ഫോൺ എടുത്തിട്ട് പോലീസിനെ കോൾ ചെയ്യാൻ നോക്കും. പക്ഷെ ഫോണിൽ റേഞ്ച് ഉണ്ടാകില്ല. അങ്ങനെ അവൾ ഈദനെ കാണാതെ പുറത്തിറങ്ങി റേഞ്ച് ഉണ്ടോ എന്ന് നോക്കി നടക്കും. പെട്ടെന്നൊരു ഭാഗത്തെത്തുമ്പോൾ അവൾക്ക് റേഞ്ച് കിട്ടും. അന്നേരം ഈദന്റെ നായ അവൾക്ക് നേരെ വന്ന് കുരക്കും. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് വീഴും. ആ സീൻ അവിടെ കട്ടാകും. മറുഭാഗത്ത് കാർലോസ് മിസ്സിംഗ് ആയ വിവരം ന്യൂസിൽ പറയുന്നുണ്ടാകും. അന്നേരം അജയ് രുദ്രനോട് പറയും, അച്ഛാ, ആലിസ് ഒരു പാവമാണ്. അച്ഛൻ എന്താ അവളോട് സംസാരിക്കാത്തത്? ഞാൻ ഒരാളെ സ്നേഹിച്ചത് അത്രയും വലിയ ക്രൈമാണോ? അപ്പൊ രുദ്രൻ തിരിച്ചു ചോദിക്കും, നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും ലവ് ചെയ്യുന്നത് ക്രൈമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൂടാതെ ഞാൻ നിന്നോട് ചോദിച്ചിട്ട് നിന്റെ സമ്മതം വാങ്ങിച്ചിട്ടാണ് വേറെ ഒരു പെൺകുട്ടിയുടെ കൂടെ നിന്റെ കല്യാണമെല്ലാം തീരുമാനിച്ചത്. കല്യാണം ഉറപ്പിച്ചപ്പോൾ പോലും നീ ആലിസ് ആയിട്ട് റിലേഷൻഷിപ്പിലുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അവസാനം നീ പറഞ്ഞതോ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത്? അത് കേട്ട് അജയ് ഒന്നും മറുപടി പറയാതെ ദേഷ്യത്തിൽ അവിടുന്ന് പോകും. പിറ്റേ ദിവസം രുദ്രനും ഭാരതിയും കാർലോസ് മിസ്സിംഗ് ആയ പ്ലേസിൽ പോകും. അവിടെയാണെങ്കിൽ ഒരുപാട് ബ്ലഡ് ഉണ്ടാകും. ആ സമയം പോലീസ് വന്നിട്ട് അവരോട് അവിടുന്ന് പോകാൻ വേണ്ടി പറയും. അങ്ങനെ അവർ തിരിച്ചു പോകും. അതിനുശേഷം രുദ്രൻ ഭാരതിയോട്, നാളെ പോലീസ് എത്തുന്നതിന് മുമ്പ് ഏർലി മോർണിംഗ് നമ്മൾക്ക് കാർലോസ് മിസ്സിംഗ് ആയ സ്പോട്ടിലേക്ക് പോകണം. ആ സീൻ അവിടെ കട്ടാകും. അന്ന് രാത്രി അജയോട് സംസാരിക്കാൻ വേണ്ടി രുദ്രൻ വെയിറ്റ് ചെയ്യും. അന്നേരം കഴുത്ത് ചൊറിഞ്ഞുകൊണ്ട് വരുന്ന അജയ് ആയിരിക്കും രുദ്രൻ കാണുക. കൂടാതെ അജയുടെ മുഖത്ത് ചുവന്ന പാടുകൾ ഉണ്ടായിരുന്നു. അജയ് രുദ്രനോട് സംസാരിക്കാൻ നിൽക്കാതെ അവിടുന്ന് പോകും. പിറ്റേ ദിവസം അതിരാവിലെ രുദ്രൻ കാർലോസിന്റെ ക്രൈം നടന്ന സ്ഥലത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആലിസിനെ കാണും. രുദ്രൻ അവളോട്, ഞാൻ ഭാരതിയുടെ അടുത്ത് പോകുകയാണ്, തിരിച്ചു വരാൻ ഏകദേശം 7 മണിയാകുമെന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം രുദ്രൻ ഭാരതിയോട്, ഞാൻ ഇന്ന് ആലിസിനോട് സംസാരിച്ചു എന്ന് പറയും.
അപ്പോൾ ഭാരതി, നീ ആലിസിനോട് സംസാരിച്ച കാര്യം അജയ്ക്കറിയോ എന്ന് ചോദിക്കും. രുദ്രൻ പറയും, ഇല്ല, ഞാൻ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. അവൻ എന്നോട് ദേഷ്യമാണ്. എന്തായാലും ഇന്ന് ഈവനിങ് ഞാൻ ഈ കാര്യം അവനോട് പറയും. അതും പറഞ്ഞ് നോക്കുമ്പോഴുണ്ടാകും കാർലോസിന്റെ ക്രൈം നടന്ന സ്ഥലത്തെ ബ്ലഡ് ഒക്കെ ആരോ ക്ലീൻ ചെയ്തിട്ട്. ആ സമയം പോൾ ആരും കാണാതെ ഒരു ബാഗ് എടുത്ത് പോകുന്നത് അവർ കാണും. അങ്ങനെ അവർ രണ്ടുപേരും പോളിനെ ഫോളോ ചെയ്യും. പോള് നേരെ അവന്റെ കാർ എടുത്ത് കപ്പൽ മാർഗം എവിടേക്കോ പോകും. എന്നാൽ അവൻ എവിടെയോ പോയതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകില്ല. പോളിനെ കിട്ടാതെ നിരാശയിൽ തിരിച്ചു വരുന്ന ഭാരതിയോട് രുദ്രൻ പറയും, മോണയുടെയും കാർലോസിന്റെയും കിഡ്നാപ്പ് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. മോണയുടെയും കാർലോസിന്റെയും മിസ്സിംഗ് നടന്ന സ്ഥലം പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം സിമിലർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മോണയിടിച്ച് ഗാർബേജ് വരെ കിഡ്നാപ്പർ കഷ്ടപ്പെട്ടിട്ടാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയത്. അതായത് നമ്മളുടെ കിഡ്നാപ്പർ അത്ര സ്ട്രോങ് അല്ല. കൂടാതെ മോണയെയും കാർലോസിനെയും വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് കിഡ്നാപ്പർ അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇടക്ക് വെച്ച് നിർത്തി സമയമെടുത്തിട്ടാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ നിർത്തി കൊണ്ടുപോയത് കാരണമാണ് നമ്മൾക്ക് ചില സ്ഥലത്ത് മാത്രമായിട്ട് കുറച്ചധികം ബ്ലഡ് കാണാൻ പറ്റുന്നത്. മോണയുടെ മിസ്സിങ്ങിന് പിന്നിൽ അവളുടെ ബോയ് ഫ്രണ്ട് ജെഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ചു നാൾ മുമ്പ് മോണയെ അവൻ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മളുടെ കിഡ്നാപ്പർ ഫിസിക്കലി വീക്കായ ഒരാളാണ്. സോ മൈ കൺക്ലൂഷൻ ഈസ്, മോണയുടെയും കാർലോസിന്റെയും തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഒരാളാണ്. അങ്ങനെ അവർ സംസാരിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കാണുന്നത് രുദ്രന്റെ വീടിന് മുമ്പിൽ തടിച്ചു കൂടിയ പോലീസുകാരെയും നാട്ടുകാരെയുമാണ്. സംഭവം വേറൊന്നുമല്ല, അജയെയും ആരോ കിഡ്നാപ്പ് ചെയ്തു. ഇതൊക്കെ കണ്ട രുദ്രന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകില്ല. പിറ്റേ ദിവസം പോലീസ് വന്നിട്ട് ആലിസിനോട് നിങ്ങൾ എപ്പോഴാണ് വർക്കിന് പോയതെന്ന് ചോദിക്കും. അപ്പോൾ ആലിസ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എപ്പോഴാ പോയതെന്ന്. സാധാരണ എപ്പോഴും അജയ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വർക്കിന് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും. അതിനുശേഷം രമ്യ വന്ന് അജയെ പിക്ക് ചെയ്ത് അവർ ഒന്നിച്ച് ഓഫീസിലേക്ക് പോകാറാണ് പതിവ്. അപ്പോൾ രമ്യ പോലീസിനോട് പറയും, ഞാൻ ഇവിടെ വന്ന് അവനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കോൾ കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അന്നേരം ആലിസും രമ്യയും പോൾ മുമ്പ് പ്രശ്നമുണ്ടാക്കിയത് അവരോട് പറയും. അത് കേട്ട പോലീസുകാർ പോളിനെ അറസ്റ്റ് ചെയ്യും. പക്ഷേ എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പോളിനെ റിലീസ് ചെയ്യും. ജയിലിൽ നിന്ന് ഇറങ്ങിയ പോൾ നേരെ മുമ്പ് പോയതുപോലെ വണ്ടിയെടുത്ത് കപ്പൽ മാർഗം ഒരു ഫാക്ടറിയിലേക്ക് പോകും. അതേസമയം ഇവിടെ ഭാരതിയും രുദ്രനുമാണെങ്കിൽ പോളിനെ കാണാതെ അവന്റെ വണ്ടിയിൽ ഒളിച്ചിട്ടുണ്ടാകും. അവർ പോളിനെ ഫോളോ ചെയ്യും. രുദ്രൻ ഭാരതിയോട്, നീ ഇവിടെ നിൽക്കേ, ഞാൻ അവനെ ഇനി ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോകും. പെട്ടെന്ന് ആരോ വന്ന് പിറകിന്ന് രുദ്രന്റെ തലക്കടിക്കും. സത്യത്തിൽ പോലീസ് സ്ഥലത്ത് വന്നത് ഡ്രഗുമായി ബന്ധപ്പെട്ടാണ്. അവർ രുദ്രനെയും ഭാരതിയും പിടിച്ച് കെട്ടിയിട്ടുണ്ടാകും. കൂട്ടത്തിലെ ഒരുത്തൻ രുദ്രനെ അടിക്കാൻ നോക്കുമ്പോഴേക്കും പോലീസുകാർ അവരെ വളഞ്ഞിട്ടുണ്ടാകും. രുദ്രനെ നേരത്തെ അടിച്ചിട്ട സമയത്ത് ഭാരതിയാണ് പെട്ടെന്ന് പോലീസിനെ കോൾ ചെയ്ത് ഇൻഫോം ചെയ്തത്. എല്ലാം കഴിഞ്ഞ് പോളിന്റെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രുദ്രൻ കാണുന്നത് ഫാക്ടറിയുടെ പുറത്തായി മരിച്ചു കിടക്കുന്ന മോണയാണ്. മറുഭാഗത്ത് ടൗണിൽ പോകുന്ന ഈദനെയായിരിക്കും കാണിക്കുക. അവന്റെ വണ്ടിയിൽ അവൻ കാണാതെ പിറകിലായി നിക്കോളയും കൂടെ ഉണ്ടാകും. ഈദനെ കാണാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ നിക്കോള നേരെ ഒരു കൂൾ ബാറിലേക്ക് കയറും. അവൾ നോക്കുമ്പോൾ ഈദൻ അവിടെ ഉണ്ടാകും. ഈദനെ കാണാതെ അവൾ ഒരു ഫാമിലിയുടെ അടുത്ത് ചെന്നിരിക്കും. ആ സമയം ഈദൻ അവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ സ്റ്റാഫിനോട് അയാൾ ദാ ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്ന് നിക്കോളയെ കാണിച്ചിട്ട് പറയും. ഈദൻ ആ പറഞ്ഞത് കേൾക്കും. ഈദൻ നേരെ പോയി നോക്കുമ്പോൾ ആ കുട്ടി നിക്കോളയാണെന്ന് മനസ്സിലാകും. അന്നേരം ഈദൻ ഒരു തരം സൈക്കോ ചിരി ചിരിച്ചിട്ട് അവളെ കൂട്ടിയിട്ട് അവിടുന്ന് പോകും. അങ്ങനെ വീട്ടിലെത്തിയ ഈദൻ ജെയിനിനെ പിടിച്ച് വലിച്ച് ചവിട്ടിക്കൊല്ലും. ശേഷം നിക്കോളയെ റേപ്പ് ചെയ്യും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ പോലീസ് രുദ്രനോട് മോണയുടെ ഫോറൻസിക് റിപ്പോർട്ടിനെ പറ്റി പറയും. മോണയുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഡാൻഡനൈൽ ഫ്ലവേഴ്സിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഇനത്തിൽപ്പെട്ട ഡാൻഡലൈൻ ഫ്ലവേഴ്സ് നമ്മളുടെ ഈ നാട്ടിൽ ഏകദേശം 12 സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത്. അങ്ങനെ പോലീസ് ആ 12 സ്ഥലങ്ങളുടെ പേര് പറയും. അതിലൊരു സ്ഥലമായിരിക്കും ഓഡസി. ഈ പറഞ്ഞ സ്ഥലത്താണ് നിക്കോളയും ഈദനും ഉള്ളത്. എന്തായാലും പോളിന്റെ ഫാക്ടറിയുടെ അടുത്തായിട്ട് ഈ പറഞ്ഞ ഡാൻഡലൈൻ ഫ്ലവേഴ്സ് ഒന്നും തന്നെ ഇല്ല. ദാറ്റ് മീൻസ് പോളാണ് കില്ലർ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ കില്ലർ മനഃപൂർവ്വം ചെയ്തതാണിത്. ആ സീൻ അവിടെ കട്ടാകും.
അടുത്ത സീനിൽ രുദ്രനും ഭാരതിയും എന്തൊക്കെയോ സംശയങ്ങൾ കൊണ്ട് കില്ലർ മജീദ് ആണോ എന്ന് നോക്കാൻ വേണ്ടി മജീദിന്റെ വീട്ടിലേക്ക് പോകും. അന്നേരം അവർ അവിടെ കാർലോസും നജീബിയും പിന്നെ അവരുടെ ഫ്രണ്ട്സും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണും. ആ സമയം മുമ്പൊരു സീനിൽ നജീബ ഒരു റൂമിന്റെ ഡോറ് തുറന്നു വന്നപ്പോൾ മജീദ് അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേ റൂമിൽ നിന്ന് തന്നെ ആരോ ഒരാൾ നടക്കുന്നതായിട്ട് അവർ കാണും. രുദ്രൻ മജീദിനോട് അജയെ കാണാതായ ദിവസം നിങ്ങൾ സസ്പീഷ്യസ് ആയിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ മജീദ് കുറച്ച് ഹാർഷായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടുന്ന് പോണമെന്ന് പറയും. അവിടെ ഇറങ്ങാൻ പോകുമ്പോൾ രുദ്രൻ ആ റൂം തുറക്കും. അപ്പോൾ രുദ്രൻ അവിടെ കുറച്ച് ആൾക്കാരെ ആയിരിക്കും കാണുക. അതായത് സിറിയയിൽ സിവിൽ വാർ നടക്കുന്നത് കൊണ്ട് തന്നെ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആൾക്കാരെ മജീദ് അവിടെ കൊണ്ടുപോയിട്ട് ഇല്ലീഗലായിട്ട് പാർപ്പിച്ചിട്ടാണുള്ളത്. മോണയ്ക്ക് മജീദ് ഇല്ലീഗലായിട്ട് ഈ കാര്യം ചെയ്യുന്നത് അറിയാം. മോണെ അത് എതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മജീദും മോണയും തമ്മിൽ മുമ്പ് വഴക്കുണ്ടായത്. അങ്ങനെ മജീദിന് കിഡ്നാപ്പിംഗ് കേസുമായിട്ട് യാതൊരു തര ബന്ധവുമില്ല എന്ന് രുദ്രന് മനസ്സിലാകും. അപ്പോൾ ഭാരതി രുദ്രനോട് ചോദിക്കും, കാർലോസിന്റെ ഫോട്ടോ നമ്മൾ മജീദിന്റെ വീട്ടിൽ കണ്ടല്ലോ, ഇനി കാർലോസിന്റെ മിസ്സിങ്ങിന് പിന്നിൽ മജീദ് ആയിരിക്കുമോ? രുദ്രൻ പറയും, അല്ല, നജീബിയും കാർലോസും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. അന്ന് രാത്രി ഞാൻ മോണയുടെ വീട്ടിൽ പോയ സമയത്ത് റോഡിൽ വെച്ച് കാർലോസിനെ കണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാർലോസ് അന്ന് രാത്രി ശരിക്കും നജീബിയെ കാണാൻ വേണ്ടിയാണ് അവിടെ വന്നത്. അപ്പോൾ ഭാരതി പോളുമല്ല മജീദുമല്ല, പിന്നെ ആരായിരിക്കും ഇതിന്റെ പിറകിൽ എന്ന് ചോദിക്കും. അന്നേരം രുദ്രൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായ ഒരു ഗാർബേജ് ബിന്നിൽ ചവിട്ടുമ്പോൾ അത് നിലത്തേക്ക് വീഴും. അപ്പൊ രുദ്രന് ചില കാര്യങ്ങൾ മനസ്സിലാകും. രുദ്രൻ നേരെ ഓടിപ്പോയിട്ട് ആലിസിനോട് പറയും, അജയ് മിസ്സായത് ഒരു വെനസ്ഡേ ആയിരുന്നു, അന്ന് തന്നെയാണ് ഗാർബേജ് ഡേ. അപ്പോൾ ഗാർബേജ് എടുക്കാൻ വന്നയാൾ ആ ദിവസം അജയിനെ കിഡ്നാപ്പ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമെങ്കിലോ. അങ്ങനെ അവർ വേസ്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് ഇന്നാരാ ഗാർബേജ് ഡ്യൂട്ടി ചെയ്തേ എന്ന് നോക്കും. അപ്പോൾ അത് ഹണ്ട് എന്ന് പറയുന്ന ഒരാളായിരിക്കും. അവർ നേരെ പോയിട്ട് ഹണ്ടിനോട് അജയ് മിസ്സായത് പറയും. എന്നിട്ട് അതേ ദിവസം ആരെയെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഹണ്ട് ഞാൻ ആ ദിവസം ഒരു പഴയ ബ്ലാക്ക് ട്രക്ക് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഇതിനുള്ളതും ഇതുപോലെയുള്ള ഒരു ബ്ലാക്ക് ഓൾഡ് ട്രക്കാണ്. രുദ്രൻ ഹണ്ടിനോട് ഇതാണ് എന്റെ കോണ്ടാക്ട് നമ്പർ, എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടിയാൽ പറയണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. തിരിച്ചു വരുന്ന വഴി ഭാരതി രുദ്രനോട് പറയും, ഈ സിറ്റിയിൽ ഒരുപാട് ബ്ലാക്ക് കളർ ട്രക്ക് ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെയാ ഈ ട്രക്ക് കണ്ടുപിടിക്കുക? അപ്പോൾ രുദ്രൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഫോൺ വണ്ടിയിൽ തന്നെ വലിച്ചെറിയും. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തും. രമ്യ ആലിസിന്റെ കൂടെ ആലിസിന്റെ വണ്ടി സ്കൂളിൽ പോയി എടുക്കാനും കൂടെ പോകും. വീട്ടിൽ കയറിയ രുദ്രന് പെട്ടെന്ന് ചില കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ രുദ്രൻ ഭാരതിയുടെ അടുത്ത് പോയിട്ട് രമ്യയുടെ ഹസ്ബൻഡ് ആക്സിഡന്റ് സമയം ഓടിച്ച കാർ ഏതാണെന്ന് നോക്കും. അപ്പോൾ അത് ആ ബ്ലാക്ക് ട്രക്ക് ആയിരിക്കും. പക്ഷേ ഹണ്ട് പറഞ്ഞതുപോലെ ഓൾഡ് ബ്ലാക്ക് ട്രക്ക് അല്ല അത്. രുദ്രൻ ഭാരതിയോട് രമ്യയും ആലിസിനെയും കോൾ ചെയ്യാൻ പറയും. ഭാരതി രണ്ടാളെയും മാറി മാറി വിളിക്കും. എന്നാൽ റിങ് ചെയ്യുന്നതല്ലാതെ രണ്ടാളും കോൾ എടുക്കില്ല. അങ്ങനെ രുദ്രൻ ആ വണ്ടി എടുത്ത് അജയ് ഓഡസിയിലാണെന്ന് പറഞ്ഞിട്ട് ഭാരതിയും കൂട്ടി ഓഡസിയിലേക്ക് പോകും. അപ്പോൾ ഭാരതി അജയ് ഓഡസിയിലാണെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും. രുദ്രൻ പറയും, അജയിനെ കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ദിവസം അജയ് ഓഫീസിലേക്കല്ല, പകരം ഓഡസിയിലേക്കാണ് പോയത്. മോണയുടെ ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഡാൻഡലൈൻ ഫ്ലവർ കൊണ്ടുണ്ടാകുന്ന റാഷസ് അജയുടെ മുഖത്തുണ്ടായിരുന്നു. അന്ന് പോലീസ് ഏതൊക്കെ പ്ലേസിലാണ് ഈ ഡാൻഡലൈൻ ഫ്ലവേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞ സ്ഥലത്തിന്റെ ലിസ്റ്റിൽ രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചെത്താൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഓഡസി മാത്രമാണ്. മറുഭാഗത്ത് നിക്കോള തോക്കെടുത്ത് അവിടെ നിൽക്കുന്നുണ്ടാകും. ആ സമയമായിരിക്കും ഭാരതിയും രുദ്രനും അവിടെ എത്തുക. ഈതൻ നേരെ ആ വീടിന്റെ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ തോക്ക് പിടിച്ച് നിൽക്കുന്ന നിക്കോളയായിരിക്കും കാണുന്നത്. അതിനുശേഷം ഭാരതിയും രുദ്രനും ആ വീടിന്റെ വാതിൽ തുറന്നകത്തേക്ക് കയറും. ആ സമയം പെട്ടെന്നൊരു വെടിയൊച്ച കേൾക്കും. ഇവിടെയാണ് ഈ സിനിമയുടെ മെയിൻ ട്വിസ്റ്റ്. നിക്കോള തന്നെയാണ് ആലീസ്. നമ്മൾ ഇത്ര നേരം കണ്ടത് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആയിരുന്നു. നമ്മൾ കേട്ട വെടിയൊച്ച അത് 12 വർഷം മുമ്പ് നിക്കോളെ അവളുടെ അച്ഛനായ ഈതനെ കൊന്നതിന്റെയാണ്. പ്രസന്റിൽ രുദ്രനും ഭാരതിയും കാണുന്നത് അവരുടെ നേർക്ക് തോക്ക് ചൂണ്ടുന്ന നിക്കോള എന്ന ആലിസിനെയാണ്. ഇവിടെയാണ് നിക്കോളയുടെ പാസ്റ്റ് കാണിക്കുക. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം തികച്ചും ഒറ്റപ്പെട്ട ലൈഫായിരുന്നു അവളുടേത്. അങ്ങനെ ഒരു ദിവസം നിക്കോള ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് ഒരു പോലീസുകാരൻ അവളെ ഒരു പാമർ ഹോമിൽ കൊണ്ടു ചെന്നാക്കി. എന്നാൽ അവിടെയും അവൾ ഒറ്റയ്ക്കായിരുന്നു. ആരോടും മിണ്ടാറുമില്ല, കൂട്ടുകൂടാ
കൂടാറുമില്ല. ഏകാന്തതയും ഒറ്റപ്പെടലും എല്ലാം കൂടിയായപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിലെത്തി. അങ്ങനെ നിക്കോള ആലീസായി മാറി. ആലീസ് അവളുടെ അച്ഛനെ പോലെ തെറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ തുടങ്ങി. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അവൾ അജയ്യെ പരിചയപ്പെട്ടത്. ആദ്യമൊന്നും അവൾ അജയ്യെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ അവന്റെ സ്വഭാവമെല്ലാം മനസ്സിലാക്കി അവൾ അജയുമായിട്ട് അടുക്കാൻ തുടങ്ങി. മോണയെ കൊല്ലാൻ വേണ്ടിയാണ് ആലീസ് അജയോടും രുദ്രനോടും നിങ്ങൾ നാളെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ട് വാ എന്ന് പറഞ്ഞത്. മോണയെ കൊന്നതിന്റെ കാരണം സ്റ്റാർട്ടിങ്ങിൽ ആലീസ് ഒരു കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ആ കുട്ടി ഒരു പ്രശ്നവും ഇത് കാരണം ഉണ്ടാകില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ? അത് വേറൊന്നുമല്ല, മോണയുടെ സ്റ്റുഡിയോയിൽ ആ കുട്ടി ഫോട്ടോ എടുക്കാൻ വന്ന സമയത്ത് മോണ ആ കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാർലോസിനെ കൊന്നതിന്റെ റീസൺ അവൻ മയക്കുമരുന്ന് കൊടുത്ത് പെൺകുട്ടികളെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ ആലീസ് മുമ്പ് താമസിച്ച ഓഡസിയിലെ വീട്ടിൽ വെച്ചാണ് കൊന്നത്. അതുപോലെ ഒരു ദിവസം രുദ്രൻ അജയോട് സംസാരിക്കുന്ന സമയത്ത് അജയ് ദേഷ്യത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ റീസൺ ശരിക്കും ന്യൂസിൽ മിസ്സിംഗ് ആയ കുട്ടികളുടെ കൂട്ടത്തിൽ ആലിസിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ വെച്ച് നിക്കോള എന്ന പേരിൽ ഒഡാസിയിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ടായിരുന്നു. തന്നോട് ഈ കാര്യമൊക്കെ ആലിസ് മറച്ചു വെച്ചതിന്റെ ദേഷ്യത്തിലാണ് അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയത്. പിറ്റേ ദിവസം അജയ് ഓഫീസിൽ പോകാതെ നേരെ പോയത് ഓഡസിയിലേക്കാണ്. അന്നേരം അവൻ കണ്ടത് ആലിസ് കാർലോസിനെ കൊല്ലുന്നതാണ്. അങ്ങനെയാണ് അജയ്ക്ക് ഡാൻഡ്ലൈൻ ഇൻഫെക്ഷൻ വന്നത്. അന്ന് രാത്രി ആലിസ് ചെയ്തു കൂട്ടിയ ഈ കാര്യങ്ങളെല്ലാം തനിക്ക് മനസ്സിലായി എന്ന് അജയ് അവളോട് പറഞ്ഞു. എന്നാൽ ആലിസ് താൻ ഈ ചെയ്തതിന്റെ റീസൺ പറഞ്ഞിട്ടും അജയ്ക്ക് ഇതൊക്കെ പോലീസിനോട് പറയണമെന്ന് തന്നെയായിരുന്നു. ആ സമയത്ത് അവൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അജയ്യെ അറ്റാക്ക് ചെയ്ത് ഈദന്റെ ബ്ലാക്ക് ട്രക്ക് എടുത്തിട്ട് മോർണിംഗ് രുദ്രൻ ഭാരതിയുടെ വീട്ടിൽ പോയതിനു ശേഷം അജയ്യെ ഓഡസിയിലേക്ക് മാറ്റി. ആ സമയത്തായിരുന്നു ഹണ്ട് ആ ബ്ലാക്ക് ട്രക്ക് കണ്ടത്. ആലിസിനെ കൂട്ടി രമ്യ കാറിൽ പോകുമ്പോഴാണ് നേരത്തെ കാറിൽ എറിഞ്ഞ രുദ്രന്റെ ഫോണിൽ വിളിച്ചിട്ട് ഹണ്ട് മുമ്പ് ഓഡസിയിൽ ഇതുപോലത്തെ ബ്ലാക്ക് ട്രക്ക് കണ്ടെന്നുള്ള കാര്യം രമ്യയോട് പറയുന്നത്. അപ്പോൾ രമ്യ എന്തായാലും രുദ്രനോട് ഈ കാര്യം പറയുമെന്നും അങ്ങനെ പറഞ്ഞാൽ താൻ പെട്ടുപോകുമെന്നും മനസ്സിലാക്കിയ ആലീസ് രമ്യയെയും കിഡ്നാപ്പ് ചെയ്തു. അങ്ങനെ തന്റെ കുറ്റകൃത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചെന്ന് മനസ്സിലാക്കിയ ആലീസ് രുദ്രനോട് അജയെ എന്നിൽ നിന്ന് അകറ്റരുതെന്ന് പറയും. പെട്ടെന്ന് വെപ്രാളത്തിൽ അവൾ അറിയാതെ ഭാരതിയെ ഷൂട്ട് ചെയ്യും. അങ്ങനെ അവൾ ഓടിപ്പോയി അജയും കൂട്ടി വണ്ടിയിൽ കയറി പോകാൻ നോക്കും. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ആകില്ല. അപ്പോഴേക്കും രുദ്രൻ അവളുടെ പിറകെ വരും. അന്നേരം ആലീസ് വണ്ടിയിൽ നിന്നിറങ്ങി രുദ്രനോട് പോകാൻ വേണ്ടി പറയും. അന്നേരം അജയ്ക്ക് ബോധം വന്ന് ആലീസിനെ വിളിക്കും. അപ്പോഴേക്കും പോലീസും വരും. ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കും. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത സിനിമയായിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ.